നമ്മൾ ജീവിക്കുന്ന ഈ സുന്ദരമായ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുള്ളതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ അവസാനമെന്നോണം ഇതിന് ഒരു നാളത്തെ ഒരു പര്യവസാനമുണ്ട്. എന്നാൽ ആ അന്ത്യം എങ്ങനെയായിരിക്കും? ഈ പ്രപഞ്ചം എന്നേക്കുമായി ഒടുങ്ങിപ്പോകുമോ? ശാസ്ത്രം ഇതിന് നൽകുന്ന ഉത്തരങ്ങൾ അത്യന്തം കൗതുകകരവും ഒപ്പം ചിന്താവിഷ്ടവുമാണ്. ഇന്ന് നമുക്കറിയാം, ഈ പ്രപഞ്ചം നിശ്ചലമല്ല, പകരം അത് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശയിപ്പിക്കുന്ന കാര്യം, ഈ വികസനം സാധാരണ നിലയിലല്ല നടക്കുന്നത്, മറിച്ച് അതിൻ്റെ വേഗത റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഇതിന് പിന്നിൽ ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഒരു നിഗൂഢ ശക്തിയുണ്ട്, ഡാർക്ക് എനർജി. ആകാശത്തേക്ക് നമ്മൾ ഒരു കല്ലെറിഞ്ഞാൽ അത് മുകളിൽ പോയി തിരിച്ച് താഴെ വീഴും. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ മുകളിലേക്ക് എറിയുന്ന ആ പന്ത് താഴെ വീഴുന്നതിന് പകരം കൂടുതൽ വേഗതയിൽ മുകളിലേക്ക് കുതിച്ചുയരുന്നത് പോലെയുള്ള ഒരു വിചിത്ര പ്രതിഭാസമാണിത്. ഈ ഡാർക്ക് എനർജിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇന്നും പൂർണ്ണമായി ആർക്കും പിടികിട്ടിയിട്ടില്ല. എങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ശാസ്ത്രലോകം പ്രധാനപ്പെട്ട 3 സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാം വഴി, പ്രപഞ്ചം കീറിമുറിയുന്ന ബിഗ് റിപ്പ്. പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗാലക്സികൾ തമ്മിലുള്ള അകലം പടിപടിയായി കൂടി വരുന്നു. സാധാരണഗതിയിൽ ഗുരുത്വാകർഷണമാണ് ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തുന്നത്. എന്നാൽ ബിഗ് റിപ്പ് എന്ന് വിളിക്കുന്ന ആ ഭയപ്പെടുത്തുന്ന ഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ വികസന വേഗത അത്രയധികം ഭീകരമായി വർദ്ധിക്കും. ഒടുവിൽ ഗുരുത്വാകർഷണത്തിനു പോലും ആ ശക്തിയെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും. ആദ്യം നമ്മുടെ വലിയ ഗാലക്സികൾ ഒന്നിനു പിറകെ ഒന്നായി കീറിമുറിയാൻ തുടങ്ങും. പിന്നാലെ ഭീകരമായ ബ്ലാക്ക് ഹോളുകൾ, തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പരസ്പരം വേർപെട്ട് ചിതറിത്തെറിക്കും. അവസാന നിമിഷങ്ങളിൽ പ്രകാശത്തേക്കാൾ വേഗതയിൽ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഏറ്റവും ചെറിയ ആറ്റങ്ങൾ പോലും പൊട്ടിത്തെറിച്ച് ഇല്ലാതാകും. പ്രപഞ്ചത്തിലെ ഒരു കണികയ്ക്കും മറ്റൊന്നുമായി ഒന്ന് തൊടാൻ പോലും കഴിയാത്ത വിധം എല്ലാം തനിച്ചായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ശൂന്യമായ ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും. രണ്ടാം വഴി, മരവിച്ച നിശ്ചലത, ഹീറ്റ് ഡെത്ത് അല്ലെങ്കിൽ ബിഗ് ഫ്രീസ്. ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ദ്രവ്യങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് നശിക്കുകയല്ല ചെയ്യുന്നത്. പകരം ദീർഘകാലയളവിൽ അവയെല്ലാം ചെറിയ വികിരണങ്ങളായി മാറി പ്രപഞ്ചം അനന്തമായി തണുത്ത് ഉറഞ്ഞു പോകുന്ന അവസ്ഥയാണിത്. കാലം കടന്നുപോകവേ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കാൻ ആവശ്യമായ വാതകങ്ങളെല്ലാം പൂർണ്ണമായി തീർന്നു പോകും. പ്രപഞ്ചം ക്രമേണ ഇരുട്ടിലേക്ക് വീഴും. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബ്ലാക്ക് ഹോളുകൾ പോലും പതുക്കെ അലിഞ്ഞു തുടങ്ങി അപ്രത്യക്ഷമാകും. ഒടുവിൽ പ്രകാശകണങ്ങൾ മാത്രം ശേഷിക്കുന്ന, യാതൊരുവിധ ചലനങ്ങളും ബാക്കി നിൽക്കാത്ത, പൂർണ്ണമായി മരവിച്ച ഒരു നിശ്ചലാവസ്ഥയിലായിരിക്കും പ്രപഞ്ചത്തിൻ്റെ അന്ത്യം. മൂന്നാം വഴി, എല്ലാം തിരികെ ഒന്നാകുന്ന ബിഗ് ക്രഞ്ച് ആൻഡ് ബിഗ് ബൗൺസ്. എന്നാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ കൗതുകകരമായ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഡാർക്ക് എനർജിയുടെ അളവ് നാം കരുതുന്നതിനേക്കാൾ കുറവാണെങ്കിലോ, അതല്ല കാലക്രമേണ കുറഞ്ഞു വരികയാണെങ്കിലോ എന്ത് സംഭവിക്കും? ആ സാഹചര്യത്തിൽ ഗുരുത്വാകർഷണം വീണ്ടും സർവശക്തനാകും. ഏതാനും ട്രില്യൺ വർഷങ്ങൾക്ക് ശേഷം പ്രപഞ്ചത്തിൻ്റെ വികസനം മന്ദീഭവിക്കുകയും അത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും. തുടർന്ന് പ്രപഞ്ചം തിരിച്ചൊഴുക്കിലേക്ക് മാറും. ഗാലക്സികൾ പരസ്പരം കൂടിച്ചേർന്ന് പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങും. ചെറുതായി വരുന്നതിനനുസരിച്ച് പ്രപഞ്ചത്തിലെ ചൂട് അവിശ്വസനീയമാം വിധം വർദ്ധിക്കും. ഒടുവിൽ എല്ലാ ബ്ലാക്ക് ഹോളുകളും പ്രപഞ്ചത്തിലെ മൊത്ത വസ്തുക്കളും ഒരു ഭീകരമായ ബിന്ദുവിൽ ഒന്നിച്ചുകൂടി സ്വയം വിഴുങ്ങുന്ന ആ മഹാദുരന്തത്തോടെ ബിഗ് ക്രഞ്ച് പൂർത്തിയാകും. പക്ഷേ അവിടെയും കഥ അവസാനിക്കുന്നില്ല. ബിഗ് ബൗൺസ് എന്ന തിയറി പറയുന്നത് ഈ വലിയ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ ബിഗ് ബാങ് പൊട്ടിപ്പുറപ്പെടും എന്നാണ്.
അതായത് പഴയത് അവസാനിക്കുമ്പോൾ പുതിയൊരു പ്രപഞ്ചം കൂടി പിറക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ വികാസവും ചുരുങ്ങലും ഒരു അനന്തമായ വട്ടത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഇതിൽ ഏതായിരിക്കും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വിധി? നിലവിലെ ശാസ്ത്ര കണക്കുകൂട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം തണുത്തുറയുന്ന ഹീറ്റ് ഡെത്ത് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും എവിടെയെങ്കിലും ഒരു പുതിയ പിറവി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. പ്രപഞ്ചം അവസാനിച്ചാലും അത് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ മനോഹരമായ സാധ്യത സത്യമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.